ചിലരൊരു തീപ്പൊരി വീഴാൻ കാത്തിരിക്കുക കേരളത്തിൽ. അവർക്ക് നമ്മൾ തീപ്പന്ത് എറിഞ്ഞു കൊടുക്കും. സൗഹാർദ്ദം ഉണ്ടാവണം. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിലെ ഭിന്നതകൾ ഉണ്ടാകരുത്. നമ്മളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി അതിൽ നിന്നും അധികാരം പിടിച്ചെടുക്കാൻ, അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ വേണ്ടി നടക്കുക. ഞാൻ വേറൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം, ചിലരൊരു തീപ്പൊരി വീഴാൻ കാത്തിരിക്കുക കേരളത്തിൽ. അവർക്ക് നമ്മൾ തീപ്പന്ത് എറിഞ്ഞു കൊടുക്കരുത്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈ സൗഹാർദ്ദം തകർക്കാനുള്ളതാകരുത്. ഞാൻ മുഖ്യമന്ത്രിയോടും പറഞ്ഞു, ഞാനൊരു വാക്ക് എൻ്റെ ഉള്ളിൽ തട്ടി പറഞ്ഞതാണ്. പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ച് നാളുകൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും, അവരുടെ നാടാണ് കേരളം. അവരും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം ഉണ്ടാകണം. ഇതിൻ്റെ ഇടയിൽ, ഈ വികസനത്തിലും ഈ മുന്നോട്ടുള്ള കുതിപ്പിലും ഇടയിൽ ആ സൗഹാർദ്ദം, നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി, ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിരോധം, നമ്മൾ തോളോട് തോളൊരുമി നിൽക്കുക. ഒരു കളിക്കും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. ഒരു കളിക്കും ഒരു രാഷ്ട്രീയക്കാരനും വരണ്ട, ഒരു മതമേധാവിയും വരണ്ട. ഞാൻ വിചാരിക്കുന്നത് കേരളം സെക്യുലറാണെന്നാണ്. കേരളം സെക്യുലറാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ സെന്റർ ലെഫ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ലെഫ്റ്റാണ്, ഞാൻ റൈറ്റ് അല്ല. ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. എക്സ്ട്രീം റൈറ്റ് കാണിക്കുന്ന ആളുകളെ കണ്ടാൽ ഞാൻ വിമർശിക്കും. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് വഴക്കിട്ടു നിയമസഭയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലെഫ്റ്റ് അല്ല, പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണെന്ന് പറഞ്ഞു. കേരളം ലെഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? പ്രോഗ്രസീവ് ആകണം, പ്രോഗ്രസീവ് തിങ്കിങ് ഉണ്ടാവണം. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണീരൊപ്പാൻ, അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനമാകണം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും. എന്നാൽ കേരളം നമുക്ക് മാറും, നമുക്കൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 100% കോൺഫിഡൻ്റാണ്. 100%. ഈ സെക്യുലറായ കേരളത്തിലെ ജനങ്ങളെ കമ്മ്യൂണലാക്കുന്നത് കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കുറേ മതമേധാവികളാണ്. അവർക്കൊന്നും, അവരുടെയൊന്നും മുന്നിൽ മുട്ടുകുനിക്കരുത്.